ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ആഴ്ചയിലും അതുപോലെ തന്നെ നാലാമത്തെ ആഴ്ചയിലും കറണ്ട് അഫയേഴ്സാണ്. അതായത് ഏപ്രിൽ 1 തൊട്ട് 14 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലുണ്ട് അത്. ഇനി 15 to 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ISRO സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ദ ലാൻഡിംഗ് മിഷൻ ഓഫ് റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. വാട്ട് നെയിം ഹാസ് ഇറ്റ് ബീൻ ഗിവൻ? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ രണ്ടാം ലാൻഡിംഗ് പരീക്ഷണവും വിജയം കൈവരിച്ചിരിക്കുകയാണ്. അതിന് എന്ത് പേരാണ് നൽകിയിട്ടുള്ളത്? റൈറ്റ് ആൻസർ ഈസ് പുഷ്പക്. പുഷ്പക് എന്ന് പേരിട്ട RLVയുടെ അതായത് റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം മാർച്ച് 22-ന് ചിത്രദുർഗ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് നടന്നത്. ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്നതാണ് പുഷ്പക് വിമാനം. മൂന്നാം പരീക്ഷണത്തിന് ശേഷം ഭ്രമണപഥം ലക്ഷ്യമുള്ള പരീക്ഷണം ISRO ആരംഭിക്കും. രണ്ടാമത്തെ ചോദ്യം, ഹു ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ഫ്ലാഗ് ബിയറർ ഓഫ് ഇന്ത്യ ഇൻ പാരീസ് ഒളിമ്പിക്സ് 2024? അതായത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാകവാഹകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ശരത് കമൽ. മൂന്നാമത്തെ ചോദ്യം, വെൻ ഈസ് വേൾഡ് വാട്ടർ ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ? വേൾഡ് വാട്ടർ ഡേ എന്നാണ് നമുക്കെല്ലാം അറിയാം അല്ലേ? എന്നാണ്? റൈറ്റ് ആൻസർ ഈസ് മാർച്ച് 22. മാർച്ച് 22 ഈസ് വേൾഡ് വാട്ടർ ഡേ. അപ്പോൾ വേൾഡ് വാട്ടർ ഡേയുടെ തീം എന്താണ്? വാട്ട് ഇസ് തീം ഫോർ വേൾഡ് വാട്ടർ ഡേ 2024? 2024 വേൾഡ് വാട്ടർ ഡേയുടെ തീം എന്താണ്? തീം എന്ന് പറയുന്നത് ലിവറേജിംഗ് വാട്ടർ ഫോർ പീസ്. നമ്മൾ വേൾഡ് വാട്ടർ ഡേ എന്നാന്ന് പറഞ്ഞു, മാർച്ച് 22 പറഞ്ഞു. അപ്പോൾ വേൾഡ് ഫോറസ്ട്രി ഡേ എന്നാണ്? മാർച്ച് 21 വേൾഡ് ഫോറസ്ട്രി ഡേ. വേൾഡ് വാട്ടർ ഡേയുടെ തീം എന്താണ്? ലിവറേജിംഗ് വാട്ടർ ഫോർ പീസ് ആണെന്ന് പറഞ്ഞു. വേൾഡ് വാട്ടർ ഡേ എന്നാണ്? മാർച്ച് 22 പറഞ്ഞു. വേൾഡ് ഫോറസ്ട്രി ഡേ എന്നാണ്? മാർച്ച് 21. നാലാമത്തെ ചോദ്യം, ഹു ഹാസ് റീസെൻ്റ്ലി ബീൻ നോമിനേറ്റഡ് ഫോർ ദ പ്രസ്റ്റീജിയസ് സരസ്വതി സമ്മാൻ 2023? സരസ്വതി സമ്മാന പ്രഭയ്ക്ക് അർഹനായത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് പ്രഭാവർമ്മ. ഇന്ത്യൻ ഭാഷാകൃതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഗാനരചയിതാവും മാധ്യമപ്രവർത്തകനുമായ പ്രഭാവർമ്മയാണ് തെരഞ്ഞെടുക്കുന്നത്. റഷ്യയിലെ സർ ചക്രവർത്തിമാരുടെ കാലത്തെ ചരിത്ര സംഭവം ആസ്പദമാക്കിയ രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന 15 ലക്ഷം രൂപയുടെ പുരസ്കാരം. 4ാം തവണയാണ് മലയാളത്തിന് സരസ്വതി സമ്മാനം ലഭിക്കുന്നത്. ബാലാമണി അമ്മയാണ് ആദ്യ ജേതാവ്. അത് ഏത് വർഷമാണ്? 1995. അഞ്ചാമത്തെ ചോദ്യം, ഹു വാസ് അവാർഡഡ് ദ IV ദാസ് അവാർഡ്? IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് M. മുകുന്ദൻ. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ IV ദാസ് പുരസ്കാരത്തിന് കഥാകാരൻ M. മുകുന്ദനാണ് അർഹനായത്. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ഇയ്യങ്കോട് ശ്രീധരനാണ് ലഭിച്ചിരിക്കുന്നത്. 50,000 രൂപയാണ് സമ്മാനത്തുക. 2021 പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആറാമത്തെ ചോദ്യം, റീസെൻ്റ്ലി വിച്ച് ഓർഗനൈസേഷൻ ഹാസ് ലോഞ്ച്ഡ് എ ന്യൂ നെറ്റ്വർക്ക് ഫോർ കൊറോണ വൈറസസ് കോവിനെറ്റ്? Recently, which organization has launched a new network for coronaviruses COVID-19? The right answer is WHO. World Health Organization has launched a new network for coronaviruses COVID-19. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, who won Men's Player of the Year award at Hockey India Awards 2023 recently? ഈ ഇടയ്ക്ക് ഹോക്കി ഇന്ത്യ അവാർഡിൽ മെൻസ് പ്ലെയർ ഓഫ് ഇയർ അവാർഡ് കിട്ടിയത് ആർക്കാണ്? മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ്. ഓക്കെ, ആർക്കാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഹർദിക് സിംഗിനാണ്. ഓക്കെ, ഹർദിക് സിംഗ് വോൺ ദ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് അറ്റ് ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 റീസെൻ്റ്ലി. അപ്പോൾ നമ്മൾ പറഞ്ഞു മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് അറ്റ് ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? ഹർദിക് സിംഗിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കാണ് വിമൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് അറ്റ് ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023? വിമൻസ് പ്ലെയർ ഓഫ് ദ അവാർഡ് കിട്ടിയത് ആർക്കാണ്? മെൻസ് പ്ലെയർ നമ്മൾ പറഞ്ഞു ഹർദിക് സിംഗ് എന്ന് പറഞ്ഞു. വിമൻസ് പ്ലെയർ സലീമ ടെറ്റെ. ഓക്കെ, സലീമ ടെറ്റെ വോൺ വിമൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് അറ്റ് ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 റീസെൻ്റ്ലി.
എട്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് കൺട്രി ഈസ് ദ ബാൽട്ടിമോർ ബ്രിഡ്ജ് വിച്ച് വാസ് ഇൻ ദ ന്യൂസ് റീസെൻ്റ്ലി? അല്ലേ, ന്യൂസുകളിലൊക്കെ ഇടം പിടിച്ച ബാൽട്ടിമോർ ബ്രിഡ്ജ് ഏത് രാജ്യത്താണെന്നാണ് ചോദ്യം. ബാൽട്ടിമോർ ബ്രിഡ്ജ്. ദ റൈറ്റ് ആൻസർ ഈസ് USA. ഓക്കെ, ഏത് രാജ്യത്താണ്? USA ബാൽട്ടിമോർ ബ്രിഡ്ജ് ഉള്ളത്. എന്താണ് ബാൽട്ടിമോർ ബ്രിഡ്ജ് ന്യൂസുകളെല്ലാം അല്ലെങ്കിൽ വാർത്തകളിലെല്ലാം ഇടം പിടിക്കാനുള്ള കാരണം എന്താണ്? US സംസ്ഥാനമായ മേരിലൻഡിലെ തുറമുഖമായ ബാൾട്ടിമോറിൽ ചരക്കു കപ്പലിടിച്ചിട്ട് 4 പേര് പലം തകർന്നിരുന്നു. മാർച്ച് 26 അർദ്ധരാത്രിക്ക് ശേഷമുണ്ടായ അപകടത്തിൽ 2.57 കിലോമീറ്റർ നീളമുള്ള ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജാണ് തകർന്നത്. ബാൽട്ടിമോർ തുറമുഖത്ത് നിന്നും കൊളംബോയിലേക്ക് തിരിച്ച സിംഗപ്പൂർ ആസ്ഥാനമായ ഗ്രേസ് ഓഷ്യൻ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയുള്ള ചരക്ക് കപ്പൽ ഡാലിയാണ് അപകടത്തിൽപ്പെട്ടത്. US-ലെ 17ാമത്തെ വലിയ വാണിജ്യ തുറമുഖമാണിത്. കാറുകളാണ് പ്രധാന കയറ്റുമതി. അപ്പോൾ ബാൽട്ടിമോറിൽ നടന്ന കപ്പൽ അപകടമാണ് ബാൽട്ടിമോർ ബ്രിഡ്ജിനെ അല്ലെങ്കിൽ US-ലെ ബാൽട്ടിമോർ ബ്രിഡ്ജിനെ വാർത്തകളിൽ ഇടം കൊടുക്കാനുള്ള റീസൺ എന്താണ്? ബാൽട്ടിമോറിൽ നടന്ന കപ്പൽ അപകടമാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 100/2024 വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഇൻഷുറൻസ് ബ്രാൻഡ്? അതായത് ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസിന്റെ കണക്ക് പ്രകാരം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് LIC. Life Insurance Corporation of India is one of the strongest insurance brand according to Brand Finance Insurance. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, വിച്ച് ഗൾഫ് കൺട്രി വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ മിസ് യൂണിവേഴ്സ് കോൺടെസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? മിസ് യൂണിവേഴ്സ് കോൺടെസ്റ്റിൽ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഗൾഫ് കൺട്രി ഏതാണ്? വിച്ച് ഗൾഫ് കൺട്രി വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ മിസ് യൂണിവേഴ്സ് കോൺടെസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? The right answer is Saudi Arabia. Saudi Arabia is the Gulf country participate in Miss Universe contest for the first time. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം, വേർ ഈസ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് ഓർഗനൈസ്ഡ്? മഹാകുംഭ് എവിടെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? മഹാകുംഭ് എന്നുള്ള സ്റ്റാർട്ടപ്പ് എവിടെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? വേർ ഈസ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് ഓർഗനൈസ്ഡ്? ദ റൈറ്റ് ആൻസർ ഈസ് ന്യൂഡൽഹി. അപ്പോൾ മഹാകുംഭ് എവിടെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് അല്ലേ. സ്റ്റാർട്ടപ്പുകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഘോഷമായിട്ടാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭിനെ കണക്കാക്കപ്പെടുന്നത്. അതിലെ എത്ര പേരാണ് പങ്കെടുത്തിരിക്കുന്നത്? 2000+ സ്റ്റാർട്ടപ്പുകളും അതുപോലെ തന്നെ 48,000 വിസിറ്റേഴ്സും 392+ സ്പീക്കേഴ്സും 165+ സെഷൻസും കൂടിയതാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ്. അതെവിടെ വെച്ചിട്ടായിരുന്നു? ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC എന്താ? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അല്ലേ, ഹാസ് ലോഞ്ച്ഡ് എ മൾട്ടിപർപ്പസ് ആപ്പ് സഗി ടു അസിസ്റ്റ് ദ ഗഗൻയാൻ ക്രൂ. ഗഗൻയാൻ ക്രൂവിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് VSSC ഒരു മൾട്ടിപർപ്പസ് ആപ്പ്, അതിൻ്റെ പേരെന്താണ്? സഗി എന്നാണ്. ആ സഗി എന്താണ് ഉദ്ദേശിക്കുന്നത്? സഗിയുടെ എക്സ്റ്റൻഷൻ ഫുൾ ഫോം എന്താണ്? ഓക്കെ, എന്താണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറേ അല്ലെങ്കിൽ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. വിക്രം VSSC ആണ്. സഗി ലോഞ്ച് ചെയ്തത് ആരാണ്? VSSC ആണ്. VSSCയുടെ ഫുൾ ഫോം എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. സഗി ഏതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഗഗൻയാൻ ക്രൂവിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഗിയുടെ ഫുൾ ഫോം എന്താണ്? റൈറ്റ് ആൻസർ ഈസ് സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇൻട്രാക്ഷൻ. എന്താണ്? സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇൻട്രാക്ഷൻ. SAKHI അല്ലേ. S ഫോർ സ്പേസ് ബോൺ, A ഫോർ അസിസ്റ്റന്റ്, K ഫോർ നോളജ്, H ഫോർ ഹബ്, I ഫോർ ഇൻട്രാക്ഷൻ. അങ്ങനെ സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലും 3rd വീക്കിലും 4th വീക്കിലും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? കോവിനെറ്റ്
ഏത് ഓർഗനൈസേഷനാണ് ഒരു ന്യൂ നെറ്റ്വർക്ക് ഫോർ കൊറോണ വൈറസസ് കോവിൻ ഡെവലപ്പ് ചെയ്തത്? WHO ആണെന്ന് പറഞ്ഞു. മെൻ പ്ലെയർ ഓഫ് ദി ഇയർ അറ്റ് ഹോക്കി ഇന്ത്യ അവാർഡ്സ് ആർക്കാണ് ലഭിച്ചത്? ഹാർദിക് സിംഗിനാണെന്ന് പറഞ്ഞു. വിമൻസ് പ്ലെയർ ആർക്കാണ് ലഭിച്ചത്? സലീമ ടെറ്റിക്ക് എന്ന് പറഞ്ഞു. ബാൾട്ടിമോർ ബ്രിഡ്ജ് എവിടെയാണുള്ളത്? USA പറഞ്ഞു. അല്ലേ, നമ്മളൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.